നമസ്കാരം. കൊട്ടാരക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടന്നു. മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ടെങ്കിലും ഒരു ത്രികോണ മത്സരം കാണാൻ കഴിയുന്നില്ല. UDFും LDFും തമ്മിലാണ് മത്സരം, ഒരു സംശയവുമില്ല. പ്രചാരണം കണ്ടിട്ട് ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ പോലും കഴിയില്ല. പ്രവചന അതീതമാണ്. എന്നാലും ചില വോട്ടർമാരുടെ പ്രതികരണം അത് നമുക്കൊന്ന് കേൾക്കാം. കൊട്ടാരക്കരയിൽ ആര് ജയിക്കും എന്നതിൽ ആകാംക്ഷ കനക്കുകയാണ്. CPM മുൻ MLA ഐഷ പോറ്റിയാണ് ഇവിടെ UDF സ്ഥാനാർത്ഥി. മന്ത്രി KN ബാലഗോപാലാണ് LDF സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച രശ്മിയാണ് ഇക്കുറി NDA സ്ഥാനാർത്ഥി. കൊട്ടാരക്കരക്കാരുടെ പ്രതികരണം ഇങ്ങനെ. പേരെന്താണ്? പേര് ഋത്തിക്. കൊട്ടാരക്കര ആര് ജയിക്കും? ആർക്കാണ് മുൻതൂക്കം? മുൻതൂക്കം രണ്ടുപേരും ടൈറ്റ് മത്സരമാണ്. UDF LDF നല്ല ടൈറ്റ് മത്സരമാണ് കാഴ്ചവെക്കാൻ പോകുന്നത്. രണ്ടുപേരും നല്ല രീതിയിൽ കാൻഡിഡേറ്റ്സാണ് നിർത്തിയേക്കുന്നത്. പിന്നെ ഐഷ പോറ്റി പറഞ്ഞ പോലെ ഇടത്തു നിന്ന് വന്നതാണ്. അവരുടെ ഐഡിയോളജി എന്തോ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് അവർ വരുന്നത്. നല്ല ടൈറ്റ് മത്സരമായിരിക്കും ശരിക്കും. ആർക്കാണ് ഇക്കുറി വോട്ട്? ആർക്കാണ് വോട്ട് അത് പറയാൻ പാടില്ലല്ലോ. പക്ഷേ ആര് ജയിച്ച് കാണണമെന്നാണ് ആഗ്രഹം? ഐഷ പോറ്റി തന്നെ ജയിച്ച് കാണണമെന്നാണ് അല്ലെ? മണ്ഡലത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഐഷ പോറ്റി നമ്മുടെ വീട്ടിലൊക്കെ വരാറുള്ളായിരുന്നു. ആ സമയത്തൊക്കെ വീടൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ ഇക്കുറി വന്നാലും അവർ നല്ലതായിരിക്കും. അപ്പൊ മണ്ഡലം ഐഷ പോറ്റിക്കൊപ്പം നിൽക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ നല്ല ടൈം മത്സരമാണ്. ആര് ജയിച്ചാലും നല്ലത്. അത്രയും. എന്താണ് പേരെന്താണ്? വേണുഗോപാൽ. കൊട്ടാരക്കര ഇക്കുറി എങ്ങോട്ട് തിരിയും? UDFിനോട് വരും. ഐഷ പോറ്റിയെ ഈ കൊട്ടാരക്കരയുള്ള ജനങ്ങൾക്ക് 25 കൊല്ലം കൊണ്ട് അറിയാം. 20 കൊല്ലം അവർ ജനപ്രതിനിധിയായിട്ട് നിന്ന വ്യക്തിയാണ്. മറുകക്ഷത്തിലായിരുന്നെങ്കിലും 20 കൊല്ലത്തിന് മുമ്പ് മറുപക്ഷത്തിലായിരുന്നെങ്കിലും ഈ ഇവിടെയുള്ള ജനങ്ങൾ അവരോട് താല്പര്യമുള്ളവരായിരുന്നു. നിഷ്പക്ഷമായ ഇപ്പോൾ 20,000 വോട്ട് അവർക്ക് വീഴും. അങ്ങനെ ഒരു 15,000 വോട്ട് ഭൂരിപക്ഷത്തിൽ അവർ തീർച്ചയായിട്ടും ഇവിടെ ജയിക്കും. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് നിന്നുകൊണ്ട് തീർച്ചയായിട്ടും ജയിക്കും. കൊട്ടാരക്കര ഒരു ഇടതു മണ്ഡലമായിരുന്നു. അത് ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് ടേൺ ചെയ്യുമോ ഐഷ പോറ്റി വന്നതോടുകൂടി? ഇവിടെ കോൺഗ്രസിൻ്റെ ആയിരുന്നു. 2011 ഇടതുപക്ഷം, 2006 തൊട്ട് ഇടതുപക്ഷത്തിൻ്റെ ആയെങ്കിലും എന്നിട്ടും ഐഷ പോറ്റി ആയതുകൊണ്ടാണ് ജയിച്ച് കയറിയത്. ഐഷ പോറ്റി തിരിച്ച് കോൺഗ്രസ്സിൽ ഐക്യജനാധിപത്യ മുന്നണി വന്നതോടുകൂടി ആ ഒരു മാറ്റം ഉണ്ടാവും. ഇവിടെ കോൺഗ്രസ് തീർച്ചയായിട്ടും ജയിക്കും. മണ്ഡലത്തിൽ ഒരു അട്ടിമറി നടക്കും. ബാലഗോപാൽ എന്ന് വെച്ചാൽ വലിയ പ്രവർത്തനമൊന്നും നടത്തില്ല. 6 മാസം കൊണ്ടുള്ള പരിപാടിയേ ഉള്ളൂ. 6 മാസം കൊണ്ടുള്ള റോഡ് വികസനം അല്ലാതെ എടുത്തു പറയത്തക്ക ഒന്നുമില്ല, വികസനമൊന്നുമില്ല. ഈ സ്കൂളൊക്കെ, ഈ വോയിസ് സ്കൂളിലൊക്കെ ഐഷ പോറ്റിയുടെ ആയിട്ടാണ്. പിന്നെ പുലമൺ പ്ലാസ, പിന്നെ മീൻപിടിപ്പ് പാറ, പിന്നെ മുഖ്യമായിട്ടുള്ള അതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് R ബാലകൃഷ്ണപിള്ളയാണ്. എന്തായാലും ഇക്കുറി ഐഷ പോറ്റിക്കാണ് സാധ്യത. എന്താ പേരെന്താ? എൻ്റെ പേര് ശോഭ പ്രശാന്ത്. കൊട്ടാരക്കരയിൽ ആർക്കാണ് മുൻതൂക്കം? ഐഷ പോറ്റിക്ക്. എന്തുകൊണ്ടാണ് ഐഷ പോറ്റിക്ക്? ഐഷ പോറ്റി കൊട്ടാരക്കര 15 വർഷം MLA ഇരുന്ന സമയത്ത് ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നാണ് ആളാണ്. അതേപോലെ തന്നെ പുള്ളിയുടെ വ്യക്തിപരമായിട്ട് വളരെ നല്ല സമീപനമാണ് ജനങ്ങളോടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി വൻ ഭൂരിപക്ഷത്തിൽ ചെയ്യും. MLA ആയിരിക്കുന്ന സമയത്ത് അവർക്ക് യാതൊരു പാർട്ടി അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും സഹായിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഐഷ പോറ്റി MLA. വളരെ സൗമ്യമായിട്ടാണ് ആൾക്കാരോട് ഇടപെടുന്നത്. അതൊക്കെ കൊണ്ട് മാഡം ചെയ്യും. അപ്പോൾ ഒരു അട്ടിമറി കൊട്ടാരക്കരയിൽ നടക്കാൻ സാധ്യത? തീർച്ചയായിട്ടും. കാരണം അവരെ ജയിപ്പിച്ച മൊത്തം LDF വോട്ടുകളാണ്. ഇപ്പോൾ അവർ UDF പക്ഷത്താണല്ലോ. LDF UDF അല്ല, ഇവിടുത്തെ സ്ത്രീകൾ മനുഷ്യത്വപരമായിട്ട് പെരുമാറുന്നത് കൊണ്ട് ഇവിടെ നിഷ്പക്ഷമായിട്ട് ജനങ്ങൾ മുഴുവൻ ഐഷ പോറ്റി വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷത്തിൽ മാഡത്തിന് ചെയ്യും. പിന്നെ പേരെന്താ? ജോസ്. കൊട്ടാരക്കര ആർക്കാണ് മുൻതൂക്കം? കൊട്ടാരക്കര മുൻതൂക്കം ഇപ്പം UDFിനാണ്. എന്തുകൊണ്ടാണ് UDFിന് മുൻതൂക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷ ഭരണത്തിൻ്റെ ഈ പിണറായിയുടെ സാക്ഷരത്തിനെതിരെ ഭരണ മാറ്റം വരണമെന്ന് ജനങ്ങൾക്കുണ്ട്. അതാണ്, അല്ലാതെ ഉള്ള മുൻതൂക്കത്തിനല്ല. ഐഷ പോറ്റി ഇപ്പോൾ പെട്ടെന്ന് വന്നതാണല്ലോ UDFിലേക്ക്. ഇപ്പം പെട്ടെന്ന് വന്നതാണെങ്കിലും അവർ നേരത്തെ 3 പ്രാവശ്യം MLA ആയതല്ലേ. അപ്പോൾ ആ ഒരു പാരമ്പര്യത്തിൻ്റെ എന്തായാലും പിടിച്ച് അവർ നിൽക്കുമല്ലോ. അതുകൊണ്ടാണ് അവർക്ക് 3 വോട്ട് കൂടുതൽ കിട്ടും അവർക്ക്. അതുകൊണ്ടാണ് അവരോട് നിൽക്കുമെന്ന് പറയുന്നത്. കൊട്ടാരക്കരയിൽ ഒരു അട്ടിമറിയാണ് UDF പ്രതീക്ഷിക്കുന്നത് അല്ലേ? മണ്ഡലം ഐഷ പോറ്റിക്കൊപ്പം തന്നെ ആയിരിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. പിന്നെ ടൈറ്റ് മത്സരമാണ്, 2 പേർക്കും ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമാണ്.
എന്തായാലും LDF കനത്ത വെല്ലുവിളിയാണ്. രണ്ടുപേരും ഒരേ ഇതിൽ അവർ രണ്ടുപേർക്കും ഒരേ വണ്ണമുള്ള ഇതാണ്. മുൻതൂക്കം ആർക്കും പറയാൻ പറ്റത്തില്ല. രണ്ടുപേരും ഒരേ പോണം വയ്ക്കുന്ന ആളാണ്. അപ്പം ഒരാൾക്ക് മാത്രമല്ല രണ്ടുപേർക്കും ഒരേ പോണം. എനിക്ക് ഇവിടെ വലിയ സാധ്യതയൊന്നുമില്ല. കൊട്ടാരക്കര ആര് ജയിക്കും? നിലവിൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഐഷ പോറ്റി ജയിക്കാനാണ് സാധ്യത കൂടുതൽ. പറഞ്ഞാൽ അവർ 10 വർഷം MLA, 15 വർഷം MLA ആയിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം എന്തായാലും കാണും. എന്തുകൊണ്ടാണ് ഐഷ പോറ്റി ജയിക്കുന്നു പറയുന്നത്? എന്തുകൊണ്ടാണ് ജയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു MLA ആയിരുന്നു. നമുക്ക് ഇവിടെ 15 വർഷം കൊണ്ട് MLA ആയിരുന്നല്ലോ. അപ്പം എല്ലാ തലത്തിലും അവർ ഇതായിട്ടുണ്ട്, മികവാണ്. ബാലഗോപാലിനെ അട്ടിമറിച്ച് ഐഷ പോറ്റി വിജയം നേടും. ഇവിടെ ടൈറ്റാണ്, ത്രികോണ മത്സരമാണ്, അട്ടിമറിയാണ് നടക്കും. അട്ടിമറിക്കാണ് സാധ്യത. എൻ്റെ പേര് പൊന്നമ്മ. കൊട്ടാരക്കര ആര് ജയിക്കും? കൊട്ടാരക്കര ഐഷ പോറ്റിയാണ് ഒരു പ്രതീക്ഷ. എന്തുകൊണ്ടാണ് ഐഷ പോറ്റിക്ക് പ്രതീക്ഷ എന്ന് പറയുന്നത്? അത് ഇപ്പോഴേ ഭരണമൊന്ന് മാറണമല്ലോ, അതുകൊണ്ട്. പഴയ സഖാവാണ് ഐഷ പഴയ പോറ്റി. എന്ന് വിചാരിച്ച് LDF നമ്മൾ പറയാൻ പറ്റത്തില്ല. അവരും സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിൽ തന്നെയും ഒന്നുകൂടെ മുൻതൂക്കം ഇപ്പോൾ ഐഷ പോറ്റിയാണ്. ഐഷ പോറ്റി ജയിച്ചു വരാനാണ് സാധ്യത. സാധ്യത. LDF കുറെ വോട്ടുകൾ ഐഷ പോറ്റിക്ക് കിട്ടുമോ? കുറെ കിട്ടും. 3 തവണ MLA ആയിരുന്ന സമയത്ത് ആയിരുന്ന ആളാണല്ലോ, അതുകൊണ്ട് പിന്നെ കിട്ടും. ഒത്തിരി സ്വാധീനമുണ്ട്. ഇങ്ങനെയൊക്കെ പോകുന്നത് കൂടുതൽ ജനപ്രിയമാണ്. സ്ത്രീ എന്ന പരിഗണനയാണോ കൊടുക്കുന്നത് ഐഷ പോറ്റിക്ക്? സ്ത്രീ എന്നുള്ളതല്ല, പൊതുജനങ്ങൾ മൊത്തം ഒരുമാതിരി അങ്ങനെയാണ് അഭിപ്രായം. എന്ത് കാര്യത്തിനും ഐഷ പോറ്റി ഒപ്പം ഉണ്ടാവും അല്ലേ? ഒപ്പം ഉണ്ടാകും. ആ വിശ്വാസമുണ്ട്. അപ്പൊ ജയം ഇത് തന്നെ വേറെ റിസൾട്ട് വരും പറയാം. ഐഷ പോറ്റിക്ക് ഒപ്പമായിരിക്കും. ചേട്ടന്റെ പേരെന്താ? ജേക്കബ്. കൊട്ടാരക്കര ഇക്കുറി ആര് ജയിക്കും? രണ്ടുപേരും ജയിക്കാനാണ്. രണ്ടുപേരിൽ ഒരാള്. ഐഷ പോറ്റി ഉണ്ട്, ബാലഗോപാലുണ്ട്. ആര് ജയിക്കും? നല്ല പ്രവർത്തനം ആര് ചെയ്ത് അവര് ജയിക്കും. ആര് ജയിക്കണം? നമുക്ക് ഏകദേശം ഒരു ഉദ്ദേശം ഉണ്ടല്ലോ. ബാലഗോപാൽ ജയിക്കും. ബാലഗോപാൽ ജയിക്കും. എന്തുകൊണ്ടാണ് 100%. എന്തുകൊണ്ടാണ് ബാലഗോപാൽ ജയിക്കുന്നു പറയുന്നത്? അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു 12,000 വോട്ടിന് എബോവ് ജയിക്കാൻ സാധിക്കും, ഭൂരിപക്ഷം. അതാണ് നിലവിലെ കണക്ക്. അതെ. അപ്പോ ഐഷ പോറ്റിക്ക് സാധ്യത ഇല്ല എന്നാണ് പറയുന്നത്. 3 തവണ അത് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ സഖാവിന്റെ കാര്യം എനിക്കറിയാവൂ. മറ്റേതിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. സഖാവിനെ ജയിച്ച് കയറണം. സഖാവ് ജയിച്ചു 100% ജയിക്കും, ഉറപ്പായിട്ടും. അത് എത്ര ആത്മവിശ്വാസം, ടൈറ്റ് പോരാട്ടാണ്. ആത്മവിശ്വാസം നമുക്കുണ്ട്, ഉള്ളതുകൊണ്ടാണ്. മണ്ഡലത്തിന് അദ്ദേഹത്തിനെ നേരിട്ട് അറിയാവുന്നതുകൊണ്ട് നമുക്കറിയാം ഇവിടുത്തെ പ്രവർത്തനവും കാര്യങ്ങളും. റോഡ് വികസനം എത്തിയിട്ടുണ്ട് മണ്ഡലം ഒരുപാട്. പേരെന്താണ്? ജലജ ശ്രീകുമാർ. കൊട്ടാരക്കരയിലെ ആർക്കാണ് മുൻതൂക്കം? ഐഷ പോറ്റിക്കാണ് മുൻതൂക്കം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഒരു ഇടത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ഐഷ പോറ്റി മാഡം എല്ലാവരോടും നല്ല സൗമ്യമായിട്ടും നല്ല വിനയപൂർവ്വം എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു മാഡമാണ്. 15 വർഷം MLA ആയിട്ടിരുന്ന സമയത്ത് തന്നെ പാർട്ടിയോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാതെ എല്ലാവരോടും സൗമ്യമായിട്ട് ഇടപെടുന്ന, നമ്മൾക്ക് അതിന് അനുഭവമുണ്ട്. പല ഈ മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കയ്യിൽ വന്ന് വാങ്ങി കൊണ്ടുപോകുന്ന ഒരു കാര്യം വരെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അനുഭവമുള്ളതാണ്. നമ്മൾ ഇതായിട്ട് നിൽക്കുമ്പോൾ തിരുവനന്തപുരത്ത് പോകുന്ന വഴിക്ക് വാളകത്ത് നിന്ന് ഞങ്ങൾ കൊണ്ടുകൊടുത്ത, ഞങ്ങളുടെ മെമ്പർ കൊണ്ടുകൊടുത്ത ആ സംഭവം എനിക്ക് അറിയാവുന്നതാണ്. അവിടെ ഒരു കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ഒന്നും നോക്കിയിട്ടില്ല. അതിൽ നമുക്ക് പോകുമ്പോൾ അറിയാം, മാഡത്തിൻ്റെ കൂടെയൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ മാഡം ഇങ്ങനെ കടന്നു പോകുമ്പോഴും ഒക്കെ അറിയാം, എല്ലാവരും നല്ല റെസ്പോൺസാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വ്യക്തിത്വമാണ്. അപ്പോ പെട്ടെന്നാണ് UDF ഐഷ പോറ്റി വന്നിരിക്കുന്നത്. UDF പൂർണ്ണമായി ഐഷ പോറ്റിനെ ഉൾക്കൊണ്ടിട്ടുണ്ടോ? ഉൾക്കൊണ്ടിട്ടുണ്ട്, പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇതൊക്കെ വോട്ടായിട്ട് തന്നെ മാറും. വോട്ടായിട്ട് മാറും. പ്രത്യേകിച്ച് അമ്മമാരുടെയും സ്ത്രീകളുടെ എല്ലാം വോട്ട് മാഡത്തിന് തന്നെ കിട്ടും. എൻ്റെ ഒരു അട്ടിമറി തന്നെ പ്രതീക്ഷിക്കുന്നു. അട്ടിമറി വിജയം തന്നെ നടക്കാൻ ഐഷ പോറ്റി മാഡം തന്നെ ജയിക്കും. വിജയകുമാർ. കൊട്ടാരക്കര ആര് ജയിക്കും? കൊട്ടാരക്കര ആര് ജയിക്കുമെന്ന് പ്രത്യേകിച്ച് പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇലക്ഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുമല്ലേ. എന്തായാലും ടൈറ്റ് മത്സരമായിരിക്കും എന്നറിയാം. ആർക്കാണ്? ബാലഗോപാലിനാണോ ഐഷ പോറ്റിക്കാണോ മുൻതൂക്കം?
അങ്ങനെ ഇപ്പം ഇലക്ഷൻ്റെ റിസൾട്ട് വരാതെ നമ്മളിത് പ്രത്യേകിച്ച് സ്ഥിരമായിട്ടൊന്നും പറയാൻ പറ്റൂലേ. ഇപ്പം നമ്മുടെ ഈ ഷോപ്പും കൊണ്ടിരിക്കുന്നതുകൊണ്ട് പൊതുവേ ഉള്ള ട്രെൻഡൊന്നും നമുക്കറിയില്ല. എങ്കിലും ടൈറ്റ് മത്സരമാണെന്നറിയാം. വിജയം ആർക്കാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം പറയാൻ പറ്റില്ല. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സജു. കൊട്ടാരക്കരയിൽ ആർക്കാണ് മുൻതൂക്കം? കൊട്ടാരയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ബാലഗോപാലിന് പറയുന്നു, പക്ഷേ എന്നാലും അടിയൊഴുക്കി കൂടെ ഐഷ പോറ്റിയാ പറയുന്നത്. ഐഷ പോറ്റിയുടെ കാര്യമാണ് പറയുന്നത്. അട്ടിമറി സാധ്യത നിലനിൽക്കുകയാണ് അല്ലേ? പൊതുവിലുള്ള ഒരു വർത്തമാനം ബാലഗോപാലിനാണ്, പക്ഷേ അടിയൊഴുക്ക് ഐഷ പോറ്റിയുടെ 3 തവണ MLA ആയതിന്റെ മുൻതൂക്കം ഐഷ പോറ്റിക്ക് ഉണ്ട് അല്ലേ? വനിതകളൊക്കെ ഒരു ഇതുണ്ട്. അന്ന് അവരെ ജയിപ്പിച്ച LDF വോട്ടുകളാണ്. LDF വോട്ട്. അപ്പൊ ഇക്കുറി LDF വോട്ടും ഉണ്ട്, വനിതാ സംഘടനകളും ഉണ്ട്. ഇക്കുറി ആ വോട്ടുകളൊക്കെ ഐഷ പോറ്റിക്ക് തന്നെ തിരിച്ചു വീഴുമെന്നുള്ള ഒരു ധാരണയിലുണ്ട്. മുൻതൂക്കം ഐഷ പോറ്റിക്ക് തന്നെ അല്ലേ? അപ്പൊ ഇക്കുറി മണ്ഡലം ഐഷ പോറ്റിക്കൊപ്പം നിൽക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? അതാണ് പ്രതീക്ഷ. കൊട്ടാരക്കര ആർക്കാണ് മുൻതൂക്കം ഇക്കുറി? എന്തുകൊണ്ടാണ് ഐഷ പോറ്റിക്ക് എന്ന് പറയുന്നത്? ഐഷ പോറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രവർത്തനവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. MLA ആയിട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ പേരിലാണ് നമുക്ക് ഒരു സ്ഥാനാർത്ഥിയായിട്ട് നമുക്ക് ഈ UDFിലേക്ക് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് അവരിൽ നിന്ന് നല്ല ഒരു പ്രവർത്തനവും കാഴ്ചകളും നമുക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടും അറിഞ്ഞതുകൊണ്ടും ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ കഴിയും. ഐഷ പോറ്റിനെ മുമ്പ് ജയിപ്പിച്ചൊക്കെ LDF വോട്ടുകളായിരുന്നല്ലോ. അപ്പൊ അതും ഇപ്പം UDFിലേക്ക് വരുമ്പം എന്തായിരിക്കും അതിന്റെ അവസ്ഥ? UDFിലേക്ക് വരുമ്പോൾ നല്ലൊരു ഇതായിട്ടാണ് നമുക്ക് കാഴ്ച വെച്ചിട്ടുള്ളത്. ഇതുവരെയുള്ള കയറിയ സ്ഥലങ്ങളിലെല്ലാം ഐഷ പോറ്റിക്ക് നല്ല ഒരു അഭിപ്രായവും നല്ലൊരു കാര്യവുമാണ് കിട്ടിയേക്കുന്നത്. ഇക്കുറി മണ്ഡലത്തിലൊരു അട്ടിമറിയാണോ UDF? അട്ടിമറി തന്നെയാണ്. ബാലഗോപാലിനൊപ്പമല്ല മണ്ഡലം ഐഷ പോറ്റി. ബാലഗോപാലിനെ ഒപ്പം നിന്ന് ബാലഗോപാലൻ പോയി ഐഷ പോറ്റി തന്നെ കയറി വരാനുള്ള ഒരു ചാൻസാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. കൊട്ടാരക്കരയിൽ കിട്ടിയിരിക്കുന്നത്. ഐഷ പോറ്റിയാണ് ജയിച്ചു വരുമെന്നുള്ള ഉറപ്പിലാണ് ഞങ്ങൾ. എങ്ങനെയാണ് ഇക്കുറി കൊട്ടാരക്കരയിലെ? കൊട്ടാരക്കരയിൽ ഇക്കുറിയും നല്ലതല്ല. കൊട്ടാരക്കര പൊതുവിൽ UDFിൻ്റെ മണ്ഡലമായിരുന്നു. ഈ ഐഷ പോറ്റി വന്നാണ് ഇതൊന്നും ഒരു മാറ്റം ഉണ്ടാക്കിയത്. ഇപ്പം തിരിച്ച് ഐഷ പോറ്റിയെ കൊണ്ട് തന്നെ UDFിന് സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. ജനങ്ങളെല്ലാം ഐഷ പോറ്റിയുടെ കൂടാണ്. പണ്ടും ഐഷ പോറ്റിക്ക് കോൺഗ്രസിന് UDFിന് വോട്ട് ചെയ്യുന്നവർ ഐഷ പോറ്റിയുടെ വ്യക്തി ബന്ധത്തിലും അവരുടെ പ്രവർത്തനത്തിൻ്റെ ശൈലിയിലും വോട്ട് ചെയ്തവരുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്യുന്നവർ ഐഷ പോറ്റിക്ക് വോട്ട് ചെയ്തവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം കമ്മ്യൂണിസ്റ്റിന് നേരത്തെ കമ്മ്യൂണിസ്റ്റ് വോട്ട് ചെയ്തവർ ഇപ്പോൾ ഐഷ പോറ്റിക്ക് വോട്ട് ചെയ്യുന്നവരും ഉണ്ട്. ഐഷ പോറ്റിയെ തിരിച്ചു പിടിക്കും. ഐഷ പോറ്റിയെ കൊണ്ട് UDF തിരിച്ചു പിടിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ സെൻറ്റും ഇപ്പോഴത്തെ രീതി. ഇപ്പോഴത്തെ ഇതാണ് കണ്ടിട്ടുള്ള ഇത്. ഐഷ പോറ്റി പെട്ടെന്ന് കോൺഗ്രസിലേക്ക് വന്നത് UDF പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുണ്ടോ? ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വന്നത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. ഇപ്പം ആരും അവരെ കമ്പയർ ചെയ്തിട്ടല്ല. അവർ നിന്ന പാർട്ടിയിലുള്ള അവരുടെ അവഗണന സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് അവർ ഇതിനകത്തോട്ട് വന്നത്. അത് നമ്മൾ ഒന്നും മോഹിച്ചല്ല വന്നത്. പിന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഐഷ പോറ്റിയെ കൊണ്ട് തന്നെ നമ്മൾ സ്ഥാനാർത്ഥിത്വം കൊടുത്തു. UDF സ്ഥാനാർത്ഥിത്വം കൊടുത്തു. UDFിൻ്റെ സ്ഥാനാർത്ഥിയായി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ മാറ്റം പ്രതീക്ഷിക്കാം. 15-20 കൊല്ലത്തെ UDFിൻ്റെ പോയ സീറ്റ് തിരിച്ചു പിടിക്കാൻ ഐഷ പോറ്റിയെ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ചേച്ചിയുടെ പേരെന്താ? ഷീല. കൊട്ടാരക്കര ആര് ജയിക്കും? കൊട്ടാരക്കര ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാവരും ഒക്കെ ഒരുപോലെ നിൽക്കുക. എന്നാലും ആര് ജയിക്കണം? എനിക്ക് ബാലഗോപാൽ ജയിക്കണമെന്നാ. ബാലഗോപാൽ ജയിക്കണം. എന്തുകൊണ്ടാണ് ബാലഗോപാൽ ജയിക്കണം? ബാലഗോപാൽ നിന്നാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഐഷ പോറ്റിയെ അറിയാം. ഐഷ പോറ്റി ഇന്നപ്പോഴും നല്ലതായിരുന്നു. പ്രവർത്തനങ്ങളൊക്കെ നല്ലതായിരുന്നു. അവർ UDF സ്ഥാനാർത്ഥിയാണ്. അപ്പൊ സ്ത്രീ എന്ന പരിഗണനയിൽ വോട്ടുകൾ ഐഷ പോറ്റിക്ക് പോകാൻ സാധ്യതയുണ്ടോ മണ്ഡലത്തില്? അത് പറയാൻ പറ്റത്തില്ല. കടുത്ത മത്സരമാണ് അല്ലേ? കടുത്ത മത്സരം. അവസാനം ആര് വിജയിച്ചു വരും? ആര് വിജയിച്ചു വന്നാലും സന്തോഷം. അഭിപ്രായം പറഞ്ഞതും കേട്ടതുമൊക്കെ കൊള്ളാം.
പക്ഷെ അവരെ പൊങ്കാലയിടല്ലേ. അത് പറയാൻ കാരണം, വേറെ ഒരു മണ്ഡലത്തിൽ ഇതുപോലെ ഒരു ചാനലിൽ അഭിപ്രായം പറഞ്ഞ ഒരു ലോട്ടറി കച്ചവടക്കാരനെ എതിർ സ്ഥാനാർത്ഥിയുടെ ആളുകൾ വന്ന് പൊങ്കാലയിട്ടെന്ന് മാത്രമല്ല, ആ പാവത്തിന് പിറ്റേ ദിവസം വിൽക്കാൻ ലോട്ടറിയും കൊടുത്തതുമില്ല. അതുവരെ തടഞ്ഞു വെച്ചു. ഒരഭിപ്രായം പറഞ്ഞപ്പോൾ അവൻ്റെ കഞ്ഞിയോടി മുട്ടി. പക്ഷെ കൊട്ടാരക്കരക്കാർ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് നമുക്ക് ആശ്വസിക്കാം.